MC റോഡിലെ പ്രധാന പാലങ്ങളിലൊന്നായ ഏനാത്ത് പാലത്തിൽ ഗതാഗതം പൂർണ്ണമായി നിലച്ചതോടെ യാത്രക്കാർ നേരിടുന്നത് കൊടും ദുരിതം. വർഷങ്ങൾക്ക് മുൻപ് പഴയ പാലം തകരാറിലായിരുന്നപ്പോൾ 3 വർഷത്തോളം ഇവിടെ കടുത്ത യാത്രാ ദുരിതമാണ് അനുഭവിച്ചത്. തങ്ങളുടെ പ്രധാന ഗതാഗത മാർഗം പൊടുന്നനെ ഇല്ലാതായതിന്റെ ഞെട്ടലിലാണ് ഏനാത്ത് നിവാസികൾ. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണിവർ. പത്തനംതിട്ട, കൊല്ലം ജില്ലകളെ ബന്ധിപ്പിച്ച് MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഏനാത്ത് പാലത്തിൽ അപ്രതീക്ഷിതമായ ഗതാഗതം നിലച്ചതാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ പ്രധാന ചർച്ചാ വിഷയം. പാലത്തിൽ വിള്ളലുണ്ടായ ഭാഗം കാണാൻ നിത്യേന സ്ത്രീകളടക്കം നിരവധി പേർ ഇവിടെ എത്തുന്നു. പാലത്തിന്റെ ഏതാണ്ട് മധ്യത്തിലായി കിഴക്കുഭാഗം താഴ്ന്നിരിക്കുന്നത് വ്യക്തമായി കാണാൻ കഴിയും. 18 വർഷങ്ങൾക്ക് മുൻപ് പുതിയ പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് 3 വർഷത്തോളം ഇവിടെ കടുത്ത യാത്രാ ദുരിതം അനുഭവപ്പെട്ടിരുന്നു. വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ അതിലും 10 മടങ്ങാണ് പ്രശ്നങ്ങളെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അടൂർ പോകണമെങ്കിൽ തന്നെ 25-30 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി പോകണം. അപ്പോൾ അത്രയും സാമ്പത്തികം നമുക്കുണ്ടാകണം. ഇവിടുത്തെ ഈ നാട്ടുകാർക്കെല്ലാം തന്നെ വളരെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ പണിയിൽ അപകടമാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിനകത്ത് ഒരുപാട് പേര് അതിൻ്റെ പ്രയോജനപ്പെടുത്തി കാണും. അവസാനം ഇപ്പം ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് പോയി. ജനങ്ങൾക്ക് ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അടൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ ഏറെ ദൂരം വളഞ്ഞാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. കൊട്ടാരക്കര ഭാഗത്തു നിന്നും അടൂരിലേക്ക് പോകാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ള പാതയിലെ അന്തമൺ പാലവും അപകട ഭീഷണിയിലാണ്. തകരാറുകൾ പരിഹരിച്ച് പാലം ഗതാഗതയോഗ്യമാക്കാമെന്നാണ് പരിശോധന നടത്തിയ വിദഗ്ധ സംഘം കണ്ടെത്തിയതെങ്കിലും ഇതിന് മാസങ്ങൾ വേണ്ടിവരും. ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18.